ഹബീബി കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ നമ്മൾ ഇസ്താംബുൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഗൈഡ് രാവിലെ തന്നെ സ്കൂളിൽ നിന്ന് ഇമ്പോസ്റ്റൻ കിട്ടിയ പോലെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ വിട്ടത് ടാക്സിം സ്ക്വയറിലെ ഇസ്തിക്ലാൽ സ്ട്രീറ്റിലാണ്. ഇതാ പാഞ്ഞു പോണ ഐക്കോണിക് സാധനമായിട്ടുള്ള നൊസ്റ്റാൾജിക് ഡ്രാമ. കുന്നംകുളം ഗൈഡിന്റെ പ്ലാൻ പ്രകാരം നമ്മൾ ഇപ്പത്തിലല്ലേ കയറുന്നത്. ഇതാണ് പിള്ളേർ ഇന്നത്തെ ഔട്ട്ഫിറ്റ് സീൻ തന്നെ. നമ്മൾ നേരെ വിട്ടു 18 പടി കയറാൻ. ഇതാണ് റൂഫ് ടോപ്പ് ഗലാട്ട. ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് സുന്നത്തേക്കാത്ത പോലെയാണ്. എന്തിന്റെ ഒരു കുറവുണ്ട്. തുർക്കി ട്രിപ്പ് ആണ് ഫുൾ ആവില്ല. നമ്മളെ കിടിലം പോലത്തെ ഒരു കോസ്റ്റ്യൂം ആണ് പഠിച്ചു. എങ്ങനെ നോക്കിയിട്ട് ഓളപ്പം അങ്ങോട്ട് എത്തുന്നില്ല. എന്നാലും കുഴപ്പമില്ല, പിടിച്ചിക്കാം. അങ്ങനെ നമ്മൾ കലാപരിപാടി തുടങ്ങി. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് സിനിമ കയറിയ പോലെയാണ്. നമ്മളാണ്ട് അഭിനയിച്ച് തകർക്കണം. ഓളടുത്ത് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഓളങ്ങോട്ട് ജീവിക്കാണ്. നമ്മൾ പിന്നെ അങ്ങനെയാണ്. പള്ളിക്ക് പോയ മൗലിയരാണോ, അമ്പലത്തിൽ പോയ പൂജാരിയാണോ, കല്യാണത്തിന് പോയ പുതിയാപ്പിളാണോ, മരിച്ചോടത്ത് പോയ മയ്യത്ത് അത് വേണ്ട മയ്യത്തിന്റെ കുടുംബക്കാരാണോ. അങ്ങനെ കല്യാണം പൂജ ഓത്തും മരിപ്പോ കഴിഞ്ഞ് നേരെ കൂട്ടി നമ്മൾ ഗലാട്ട ബ്രിഡ്ജിക്ക്. അവിടെ ഹോട്ടലിൽ കയറി വായിക്കാൻ പറ്റാത്ത എന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത്. ആംബിയൻസ് ഒക്കെ കൊള്ളാം, നൈസ് വൈബ് തന്നെ. ആളത് വെറുതെ പിടിച്ചിക്കാൻ കരുതി പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ട, പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ വായിക്കാൻ പറ്റാത്ത പേര് പോലെ തന്നെ വല്ലാത്ത ആദ്യ സാധനം എനിക്ക് അത്ര പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു മെയിൻ സ്വീകരണ കേന്ദ്രത്തിക്ക്. ഇതാണ് ഇസ്താംബുളിന്റെ ഹൃദയഭാഗം. നമ്മൾ നേരെ പോണത് ഹാഗിയ സോഫിയ കേട്ടോ. തുർക്കിന്റെ വൺ ഓഫ് ദ ഐക്കോണിക് സാധനമാണ് ഇത്. പണ്ട് ക്രിസ്ത്യൻ പള്ളിയായിരുന്ന സാധനം പിന്നീട് മുസ്ലിം പള്ളിയാക്കിയോണ്ട് തന്നെ ഒന്നിൽ തന്നെ രണ്ട് മതക്കാരുടെ ഫോട്ടോസും സയൻസും ഒക്കെ കാണാട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങണ മണ്ണാണ്. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല കേട്ടോ. നമ്മളെ യൂട്യൂബ് വീഡിയോയിൽ കുറെ കാര്യങ്ങൾ കേട്ടോ, പോയി നോക്കിക്കോളി. പിന്നെ നമ്മൾ നേരെ വിട്ടത് ബ്ലൂ മോസ്ക് ആണ്. മക്കൾ ഇതിന്റെ രണ്ടിന്റെ ആർക്കിടെക്ചർ വർക്കുകൾ കണ്ടല്ലോ, നമ്മൾ അറിയാതെ അവിടെ നിന്ന് പോകും. അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ. നമ്മളെ നെക്സ്റ്റ് പരിപാടി മിനിറ്റിന് എന്തെങ്കിലും ലോഡ് ചെയ്യണല്ലോ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഹാഫിസ് മുസ്തഫ. ഇവിടുത്തെ സ്വീറ്റ്സ് ഒക്കെ ഇരുന്നിട്ട് മൂപ്പർ ഇങ്ങനെ തോന്നുന്നുണ്ട്. സ്വീറ്റ്സിന്റെ ലോഗാണ് ഇവിടെ. പ്രത്യേകിച്ച് ബക്കലാവ് എന്ന് പറഞ്ഞാൽ കിടില്ല. കുനാഫ് എനിക്കൊരു ആവറേജ് തോന്നിയത്, പക്ഷെ ബക്കലാവിന്റെ ലൈഫിൽ കഴിച്ചാൽ ഏറ്റവും അടിപൊളി മസ്റ്റ് ട്രൈ സാധനം. അങ്ങനെ അവിടുത്തെ മാർക്കറ്റ് കൊണ്ട് കറങ്ങി നേരെ വിട്ട് അടുത്ത ലോഡിങ്ങിന് ഫേമസ് ആയിട്ടുള്ള 7 ഹിൽസ് റെസ്റ്റോറന്റ് പിടിച്ചു. ഇവിടുന്ന് ഹാഗിയ സോഫിയും ബ്ലൂ മോസ്കിന്റെ ഒക്കെ നൈറ്റ് വൈബ് കണ്ട് നമുക്ക് നല്ലൊരു പിടുത്തം പിടിക്കാം. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്ന പറയുന്ന പോലെയാണ്. വൈബ് കൂടുന്തോറും കൊടുക്കുന്ന പൈസന്റെ കനം കൂടും. ഞാനൊരു ഫിഷ് പ്രേമി അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്ന ഒരു സാധനം ഉണ്ട് പറഞ്ഞപ്പോ അതന്നെ ഓർഡർ ചെയ്തു. പക്ഷെ സാധനം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഫോളോ ചെയ്ത് അടുത്ത കിടിലൻ സ്പോട്ട് കാണാം. മാസലമാ.